ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. നമ്മൾ ഈ അപ്പം തയ്യാറാക്കുന്നത് ഈസ്റ്റോ അതുപോലെ തന്നെ സോഡാപ്പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അംഗൻവാടികളിലൊക്കെ കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അവരുടെ നുറുക്ക് ഗോതമ്പും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എല്ലാ മാസവും നമുക്ക് വീട്ടിൽ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എന്നും തന്നെ നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മടുപ്പായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എന്താ പറയുക, ഗോതമ്പ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു അപ്പം നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് ഒരു 3-4 തവണ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ 2-3 മണിക്കൂർ ഇത് നന്നായിട്ട് കുതിർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ ഏത് പാത്രത്തിലാണോ നുറുക്ക് ഗോതമ്പ് എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 250 ml ഒരു മെഷറിംഗ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വരുമ്പോൾ അതനുസരിച്ചിട്ട് തരിയില്ലാതെ നമുക്ക് നുറുക്ക് ഗോതമ്പ് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും കുതിർത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതിൽ വെള്ളമൊക്കെ കളഞ്ഞ് എടുക്കാം. ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് ഒന്നുകൂടെ കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് ഈ നുറുക്ക് ഗോതമ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. വലിയ ജാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് അടിച്ചെടുക്കാം. ചെറിയ ജാറാണെങ്കിൽ 2ആയിട്ടൊക്കെ അടിച്ചെടുക്കണം. അപ്പോൾ എനിക്കിവിടെ വലിയ ജാറായതുകൊണ്ട് ഞാൻ എല്ലാം തന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കതിലോട്ട് ചേർക്കേണ്ടത് ചോറാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം ചോറ് ചേർക്കുന്നുണ്ട്. ഈ കപ്പ് എന്ന് പറയുന്നത് നമ്മൾ നുറുക്ക് ഗോതമ്പ് എടുത്ത പാത്രത്തിന് 3/4 പാത്രം ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാത്രം തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുത്ത പാത്രത്തിന് 1 ഗ്ലാസ്. നമ്മൾ ഗോതമ്പിലധികം വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നന്നായിട്ട് ഗോതമ്പ് അരഞ്ഞ് കിട്ടില്ല വെള്ളം ഒരുപാടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റായിട്ട് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വലിയ ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഫെർമെൻ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ അതനുസരിച്ചിട്ട് വലിയ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞല്ലോ ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ ഇഡ്ഡലി മാവിൻ്റെ കുറച്ച് ഒരു 1.5 സ്പൂണോളം ഇഡ്ഡലി മാവിൻ്റെ മാവ് ഇരുന്നത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് അതുപോലെ തന്നെ ഒരു 1-2 സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കൈയിൻ്റെ ചൂടൊക്കെ ചെന്നിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ മാവ് ഫെർമെൻ്റായി കിട്ടും. അപ്പോൾ ഞാനിവിടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഞാൻ കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ഈ സമയത്തൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് കുറച്ച് ടൈം ഇത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടുള്ള സ്ഥലങ്ങളിൽ മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫെർമെൻ്റായി കിട്ടും. അപ്പോൾ ഏകദേശം ഞാൻ രാവിലെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. ഉച്ചയായപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഗോതമ്പായതുകൊണ്ട് നമ്മൾ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. ഫെർമെൻ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ചുട്ടെടുക്കാം. ഒരുപാട് പുളിയാവാൻ സാധ്യതയുണ്ട്. നമ്മൾ അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ സ്പീഡിൽ പുളിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കണം. നമ്മളെപ്പോഴും അപ്പത്തിനൊക്കെ മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചുടുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഉപ്പ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കും. പിന്നെ പഞ്ചസാര ചേർക്കണം എന്നുള്ളവർക്ക് ഇനി എക്സ്ട്രാ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു അപ്പത്തിൻ്റെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനിത് ചുട്ടെടുക്കാം. അപ്പോൾ ദോശക്കല്ലിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലോ ഏതിൽ വേണമെങ്കിലും നമുക്കത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ തടവിയിട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലാതെയും ചെയ്യാം കേട്ടോ. ഞാൻ 2 ടൈപ്പിലും ചെയ്യുന്നുണ്ട്.
നമ്മൾ അപ്പത്തിന് ഒരു കയ്യിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് ബൗൾസൊക്കെ പൊട്ടാൻ തുടങ്ങും. അത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിത് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അപ്പം നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ കൂടെ വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിതിൽ ഒഴിക്കുന്നില്ല. നമുക്കിതുപോലെ ബാക്കിയുള്ള എല്ലാ അപ്പം കൂടെയും ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് മാവ് ബാലൻസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. പൊളി കൂടുകയൊന്നും ചെയ്യില്ല. നമുക്ക് പിറ്റേന്നത്തേക്ക് നല്ല അപ്പം തന്നെയായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. അപ്പോൾ ഇതുപോലെ അപ്പവും ഇതുപോലെ തന്നെ ഞാനൊരു ദോശയുടെ റെസിപ്പി ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ദോശയും അപ്പവും ഒക്കെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസിൻ്റെ വീട്ടിലും ഈ അംഗൻവാടിയിൽ നിന്നൊക്കെ നുറുക്ക് ഗോതമ്പ് ഇപ്പോൾ കിട്ടുന്നുണ്ടാവും. കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ കുറച്ചപ്പാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ചുട്ടെടുത്തിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധാ നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അപ്പം പോലെ തന്നെയാണിത്. അരിയൊക്കെ അരച്ച് ചുടുന്ന പോലെ തന്നെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാത്തവർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. ഫേസ്ബുക്ക് പേജാണെങ്കിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.